ഹലോ ഡിയർ ആസ്പിരൻസ്, 2023 സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ശരിക്കും ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. കാര്യം ഒരു വർഷത്തെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. അത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രിപ്പറേഷൻ തന്നെ വേണം. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വക കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുന്നു, എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്നുള്ള സോഴ്സ് അറിയണം. ഈ സോഴ്സ് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും മിനിമം ഒന്ന് മറിച്ച് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസിലോട്ട് നിങ്ങളുടെ കണ്ണോടിക്കുക, ആ ഒരു ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയെടുക്കുക, ആ ഒരു ടോപ്പിക് മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം സിലബസ് ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ച് നോക്കുക. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ്. ഈ സിലബസിലെയോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു കാര്യങ്ങൾ ഇത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സോഷ്യൽ സബ്ജക്റ്റ് പഠിച്ചു വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റൊക്കെ നേരിട്ട് തന്നെ പഠിക്കുന്നതിൽ കുറച്ച് ഈസി ആയിരിക്കും. മേ ബി ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് മുതൽ പഠിച്ചു പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ബേസിക് മെറ്റീരിയൽ എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് സോഴ്സാണ്. അപ്പോൾ ഗവൺമെൻറ് വെബ്സൈറ്റുകൾ, NCERT ബുക്കുകൾ, വിക്കിപീഡിയ പോലുള്ള ഓപ്പൺ സോഴ്സുകൾ, ഗസറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പഠനം തുടങ്ങുക. NCERT പഠിക്കാനായിട്ട് ഒരു 45 ദിവസത്തെയോ 60 ദിവസത്തെയോ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഒരു പഠനം തുടങ്ങുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. 40 ഡേയ്സിൽ NCERT കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ഷെഡ്യൂൾ പറയുന്ന ഒരു വീഡിയോ. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ ആസ്ക്. അടുത്തൊരു കാര്യം കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സ് വളരെ കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. ന്യൂസ് പേപ്പർ റീഡിങ്ങിൽ എഡിറ്റോറിയൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നാഷണൽ ന്യൂസ്, ഇപ്പോൾ സ്പോർട്സും സ്കിപ്പ് ചെയ്യാൻ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ വർഷം സ്പോർട്സിൽ നിന്നും ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം UPSC ചോദ്യങ്ങൾ വരും എന്ന് നിങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകൾ ആദ്യമേ സെലക്ട് ചെയ്യുക. ഇതിന് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തതും ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു സിലബസ് നോക്കി നിങ്ങൾ പഠിച്ചതുമായിരിക്കും. അപ്പോൾ ഇത് വച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സ് ഓർഡർ നോക്കുക. പുറകിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിസിനസ് ലൈവ് പേജസ് ഉണ്ടാവും, അതുപോലെ സ്പോർട്സിൻ്റെ പേജ് ഉണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സ്പോർട്സ് കാര്യങ്ങളും നോക്കണ്ട, അത്യാവശ്യം ഏത് സ്പോർട്സ് റിലേറ്റഡ് ടു വാട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം. അടുത്ത് എക്കണോമിക് പേജ് നോക്കുക, എൻവയോൺമെൻറ്റ് പേജ്, സയൻസ് ആൻഡ് ടെക്നോളജി പേജ് ഉണ്ടായി നോക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ ചില ന്യൂസ് പേപ്പറിൽ ചില പൊളിറ്റിക്കൽ ഡേയിൽ മാത്രമായിരിക്കും. എക്സാമ്പിൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ സൺഡേ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ന്യൂസ് പേപ്പർ ഏതാണോ, നാഷണൽ ന്യൂസ് പേപ്പർ ഏതാണോ, പിന്നെ നാഷണൽ ന്യൂസ് പേപ്പർ നല്ല നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നോക്കി പഠിക്കുക, എഡിറ്റോറിയൽ വായിച്ച് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയില്ലാത്ത പോയിന്റുകൾ എഴുതി വയ്ക്കുക. പിന്നെ സ്കീംസ്, ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പോളിറ്റി, ബിൽസ്, എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഡൗൺ ടു എർത്ത് പോലെയുള്ള പോർട്ടൽസ് അല്ലെങ്കിൽ മാഗസിൻ റെഗുലറായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ഒരു എൻവയോൺമെൻറ്റ് സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ എപ്പിസോഡിലും ആ ഒരു സമയത്തുണ്ടായ ഇവൻറ്റ്സും അതുപോലെ തന്നെ ആ ഇവൻറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ നോക്കുക, അത് ഫോളോ ചെയ്യുക. എന്തായാലും അടുത്ത വർഷം വരെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിന് കിട്ടും. അപ്പോൾ അത് പഠിക്കാണ്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കണം. ഏതെങ്കിലും ഒരു മീഡിയം മാത്രമായിട്ടോ അല്ലെങ്കിൽ 2 മീഡിയമായിട്ടോ ഫോക്കസ് ചെയ്യാം. എല്ലാ മീഡിയവും എടുത്തു വച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ഫ്രീ സോഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബെസ്റ്റിൻ്റെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ലേൺ പേജിൽ പോയി കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാനായിട്ട് പറ്റും. അത് എന്താണോ അതിൻ്റെ ന്യൂസ്, ആ ന്യൂസിൻ്റെ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് എന്താണോ വായിക്കേണ്ടത് ഇത് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് വായിച്ചു പോകാം. എന്തായാലും കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ആധിപത്യം എന്ന് പറയുന്നത് പ്രിലിംസ് ക്വസ്റ്റ്യൻസിൽ എസ്പെഷ്യലി വളരെ അധികമാണെന്ന് പറയാതെ വയ്യ. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് മുതലേ നിങ്ങളൊരു ശീലമാക്കി പോവുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്യണം. ആൻഡ് വാട്ട് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് അത് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോലെ തന്നെ 1-2 സബ്ജക്റ്റിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ റൺ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെഷൻസ് യൂട്യൂബ് ചാനൽ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ആൾറെഡി ഖുല്ലറിൻ്റെ ജിയോഗ്രഫിയുടെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സ്പെക്ട്രത്തിൻ്റെയും ലക്ഷ്മികാന്തിൻ്റെയും ക്ലാസ്സുകൾ കൂടി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ്. അതല്ല ഏതെങ്കിലും സെഗ്മെൻറ്റ് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക.
അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗം വളരെ വൃത്തിയായിട്ട് ഡെയിലി തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. എന്തായാലും ഒരു 5 മുതൽ 10 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നോട്ട്സിൽ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ഡെയിലി ഉണ്ടാവും. പിന്നെ റൈറ്റിംഗ് പ്രാക്ടീസിന് ഒരു സമയം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതായത് റൈറ്റിംഗ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ പോയിന്റ്സ് കളക്ട് ചെയ്യണം. അതിന് റീഡിംഗ് കപ്പാസിറ്റി കൂട്ടിയേ പറ്റത്തുള്ളൂ. മാക്സിമം നിങ്ങൾ റീഡിംഗ് ചെയ്യണം. എസ്പെഷ്യലി എഡിറ്റോറിയൽ പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചുറ്റുമുള്ള സോഷ്യൽ, എക്കണോമിക്, സെക്യൂരിറ്റി ആംഗിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തുനിന്ന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. അതുപോലെ തന്നെ മെയിൻ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒരുപാട് ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സോഴ്സസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒരു 2-3 ഡേയ്സ് എങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ആദ്യമേ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസിന് വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, പഠനത്തിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ദാറ്റ് മീൻ ഒരു വീക്ക്ലി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു മന്ത്ലി സ്ട്രാറ്റജി, ഒരു മന്ത്ലി എന്തൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒരു 10 മാസത്തേക്ക് നിങ്ങൾ എഴുതി വയ്ക്കുക. അത് പ്രയോറിറ്റൈസ് ചെയ്യുക. എപ്പോഴും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് മാത്രം ആദ്യം എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എപ്പോൾ പഠിച്ചാലും അത് സിമ്പിൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഡിഫിക്കൽട്ട് സബ്ജക്റ്റിൽ കൂടുതൽ ശ്രദ്ധയൂന്നി പഠിക്കുക. ചിലർ എക്കണോമിക്സ് ഒക്കെ അവസാനം പഠിക്കാം എന്നുള്ളൊരു ഐഡിയയിലിരിക്കും. എക്കണോമിക്സ് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ആദ്യമേ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. റെക്കോർഡും ലൈവുമായിട്ടുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഭാഗമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വളരെ ഹാസിൽ ഫ്രീ ആയിട്ട് ഏത് സമയത്തും എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്നൊരു ഫെസിലിറ്റി ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ആണ്, അൺലിമിറ്റഡ് ആണ്. അതായത് ടൈം, പ്ലേസ് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നൈറ്റിൽ വേണമെങ്കിലും അല്ലെങ്കിൽ വീക്കെൻഡ് മാത്രമാണെങ്കിലും പഠിക്കാനുള്ളൊരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഒപ്പം തന്നെ അത് പഠിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് അടുത്ത ഞായറാഴ്ച നമ്മുടെ ഒരു വെബിനാറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ നോക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് സാഗിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.